ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് തട്ടുദോശയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള തട്ടുദോശ അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടും കൂടി നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചവരി ഇട്ട് കൊടുക്കാം. ചവരി സാഗോ എന്നൊക്കെ പറയും. 2.5 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. അതും നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാതും ഇതിലാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വേറെ സെപ്പറേറ്റ് കുതിർക്കുന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്ത നിറത്തിലുള്ള അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളുത്ത നിറത്തിലുള്ളതാവുമ്പോൾ ദോശയ്ക്ക് നല്ലൊരു വെള്ള കളർ കിട്ടും. മറ്റേ അവിലെടുത്താൽ കുഴപ്പമൊന്നുമില്ല, കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ 1 കപ്പ് അവിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാതും ഒന്ന് കുതിർന്ന് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഇത് ജസ്റ്റ് കുതിർന്ന് കിട്ടണം. ഈ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 4 മണിക്കൂറാണ് നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. 4 മണിക്കൂറിനേലും കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ കുറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മസാല ദോശയുടെ റെസിപ്പിയില്ലേ, അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേ ടെക്സ്ചറും ടേസ്റ്റും കിട്ടുന്ന മസാല ദോശയാണ്. ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ തന്നെ 4 മിനിറ്റിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയുടെ റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അരിപ്പൊടി നന്നായിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ടയില്ലാതെ. ഉഴുന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ട് 4 മണിക്കൂർ ആയിട്ടുണ്ട്. എല്ലാതും നന്നായിട്ട് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ഏകദേശം പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോഴും ഒറ്റ സ്പീഡിലിട്ട് അങ്ങ് അരച്ചെടുക്കാതെ നിർത്തി അടിച്ചെടുത്താൽ മതി. അപ്പോൾ ചൂടാവുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഉഴുന്ന് എല്ലാതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ കുറച്ച് സ്പീഡിൽ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയ ബബിൾസ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. ഒരുപാട് ടൈറ്റ് ആവും വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് ലൂസ് ആവും വേണ്ട. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ രാത്രിയിലാണ് ഇത് അരച്ച് വയ്ക്കുന്നത്. രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇനി നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു തവിയിൽ കുറച്ച് മാവ് എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ മാവിലേക്ക് ഡയറക്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്താൽ അത് പിന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യേണ്ടി വരും, എല്ലാവിടെയും ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര അധികം മിക്സ് ചെയ്യേണ്ട. നമ്മൾ ഈ പൊന്തിയ മാവ് അധികം മിക്സ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഉപ്പ് ഇതുപോലെ തവിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ തട്ടുദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശത്തവ നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ഓരോ തവി മാവ് ഇതുപോലെ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ചെറുതായിട്ട് പരത്തി കൊടുത്താൽ മതി. കുറച്ചൊരു കട്ടിയിലാണ് തട്ടുദോശ ഉണ്ടാവുക. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നിറയെ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്ക്ക് പകരം എണ്ണ വേണമെങ്കിൽ എണ്ണ യൂസ് ചെയ്യാം. ഇനി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇതാ സൈഡ് ഭാഗമൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വന്നിരിക്കുന്നത് കണ്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ദോശ എടുക്കാം. അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ദോശയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ പലതരത്തിലുള്ള കുറേ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ. എല്ലാ ദോശയും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഫ്ലെയിം അധികം കൂട്ടി വെക്കണ്ട. അതുപോലെ തന്നെ ഇതുപോലെ അടച്ചു വെക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. താങ്ക് യു.